നൈസ് തിങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 1ാം ക്ലാസ്സുകാരുടെ ഇൻ്റഗ്രേഷൻ സെക്കൻഡ് ഡേയുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. സമയോട്ടം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? നോക്കൂ മക്കളെ, ആദ്യത്തെ ദിവസത്തിൻ്റെ തുടർച്ചയാണ് ഈ എക്സാമും. ഇപ്പോൾ പ്രവർത്തനം 6 എന്നാണ് തന്നിരിക്കുന്നത്. കണ്ടല്ലോ, പ്രവർത്തനം 5 വരെ നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്തു. ഇത് പ്രവർത്തനം 6. കഥ എഴുതാം, ചിത്രം നോക്കാം, എഴുതാം. മനോഹരമായ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ, ഒരു നായ്ക്കുട്ടിയും ഒരു പൂച്ചക്കുട്ടിയും കൂടി കുടയ്ക്കുള്ളിലിരിക്കുന്ന ഒരു ചിത്രം. ആ ചിത്രം കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കഥ വരുന്നുണ്ടോ? കഥ എഴുതാം. അതിനു മുമ്പ് നോക്കിക്കോളൂ. പാർക്കിൽ നിന്ന് വരുന്ന വഴിയിൽ മുത്തശ്ശി വാങ്ങിക്കൊടുത്ത ചിത്ര ബുക്ക് നിഹാര പുറത്തെടുത്തു. കഴിഞ്ഞ എക്സാമിൽ നമ്മൾ പറഞ്ഞു, നിഹാലും കൂടി മുത്തശ്ശിയോടൊപ്പം പാർക്കിൽ പോയി ബോട്ടിങ്ങിൽ പോയതും മാജിക് ഷോ കണ്ടതും ഒക്കെ പറഞ്ഞു അല്ലേ. പാർക്കിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് മുത്തശ്ശി നിഹാരയ്ക്ക് ഒരു ചിത്ര ബുക്ക് വാങ്ങിക്കൊടുത്തു. ആ ബുക്ക് പുറത്തെടുത്തു. ആ ബുക്കിലുള്ള പിക്ചറാണിത്. നോക്കൂ, ഹായ്, എന്ത് നല്ല ചിത്രം! ഒരു പൂച്ചക്കുഞ്ഞും ഒരു പട്ടിക്കുഞ്ഞും. ആ ചിത്രം നോക്കിയിരുന്നപ്പോൾ നിഹാരയ്ക്ക് ഒരു കഥ എഴുതാൻ തോന്നി. ആ ചിത്രം നോക്കൂ, ആരൊക്കെയായിരിക്കും ചിത്രത്തിലുള്ളത്? നമുക്ക് അവർക്ക് 2 പേർക്കും ഒരു പേര് കൊടുക്കാം. എന്ത് കൊടുക്കാം? കിട്ടുനായയും മിട്ടുപൂച്ചയും കൊടുത്തൂടെ? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. കഥ എഴുതുമ്പോൾ ആദ്യം എന്ത് വേണം? കഥയ്ക്കൊരു പേര് വേണം. കൂട്ടുകാർ എന്ന് കൊടുക്കാം, മഴ എന്ന് കൊടുക്കാം, അല്ലേ, സൗഹൃദം. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ ഇവർ 2 പേരും കൂട്ടുകാരെ പോലെയല്ലേ ഇരിക്കുന്നേ? അപ്പോൾ കൂട്ടുകാരെന്ന് കൊടുത്തൂടെ? കഥ എന്തെഴുതാം കൂട്ടുകാരെ? നോക്കൂ, ഒരിക്കൽ കിട്ടുനായ മഴയത്ത് കുടയും ചൂടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന മിട്ടുപൂച്ചയെ കണ്ടത്. കിട്ടുനായ ഉടനെ കുടയുമായി മിട്ടുപൂച്ചയുടെ അടുത്തെത്തി തൻ്റെ കുടയിൽ കയറ്റി. അവർ അവിടെ നിന്നും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ചെറിയ ചെറിയ സെന്റൻസുകളായിട്ട് കൂട്ടുകാർക്ക് എഴുതാൻ അറിയാം അല്ലേ? അപ്പോൾ ഭംഗിയായിട്ട് ഈ കഥ ഇങ്ങനെയല്ല, നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് വളരെ ഭംഗിയായിട്ടും എഴുതാം. ഇപ്പോൾ അടുത്ത പ്രവർത്തനം നോക്കിയാലോ. പ്രവർത്തനം 7. വീട് കെട്ടാം. വീട് നിർമ്മാണ ഘട്ടങ്ങൾ ക്രമത്തിലാക്കാം, എഴുതാം. നോക്കോളൂ. പിറ്റേ ദിവസം നിഹാലും നിഹാരയും തൊടിയിൽ കളിവീടുണ്ടാക്കി കളിക്കാൻ തുടങ്ങി. മുത്തച്ഛനും അവരോടൊപ്പം കൂടി. ആദ്യം മേൽക്കൂരയല്ലേ ഉണ്ടാക്കേണ്ടത്? നിഹാൽ ചോദിച്ചു. അല്ല, ആദ്യം തറയാണ് കെട്ടേണ്ടത്, നിഹാര പറഞ്ഞു. അവർ തമ്മിൽ തർക്കമായി. മുത്തച്ഛൻ ഇടപെട്ടു. വീട് നിർമ്മാണ ഘട്ടങ്ങൾ അവർക്ക് ക്രമമായി പറഞ്ഞു കൊടുത്തു. കൂട്ടുകാർക്ക് വീട് നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ആദ്യം ഏതായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഇവിടെ നോക്കിക്കോളൂ. തറ കെട്ടലുണ്ട്, പിന്നെയോ ചുമര് കെട്ടലുണ്ട്, മേൽക്കൂര കെട്ടലുണ്ട്. 3 പിക്ചറും തന്നിട്ടുണ്ട് അല്ലേ, 3 ചിത്രവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം ഏതാ നടക്കുന്നത്? തറ കെട്ടൽ. പിന്നെയോ തറ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ചുമര് കെട്ടൽ, പിന്നെയോ മേൽക്കൂര കെട്ടൽ. അപ്പോൾ അതിനെ ക്രമമായിട്ട് എന്ത് ചെയ്യണം? എഴുതണം. ഒരിക്കൽ കൂടി എങ്ങനെ ക്രമപ്പെടുത്തി എഴുതുമ്പോൾ? തറ കെട്ടൽ, ചുമര് കെട്ടൽ, മേൽക്കൂര കെട്ടൽ. നോക്കൂ, ഏതെങ്കിലും 2 തരം വീടുകളുടെ പേരെഴുതുക. കൂട്ടുകാർ ഒരുപാട് തരം വീടുകൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഓലമേഞ്ഞ വീട്, ഓടിട്ട വീട്, ടെറസ് വീട്, ടെന്റ്, ഫ്ലാറ്റ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള 2 വീടിൻ്റെ പേരെഴുതുക. ഓലമേഞ്ഞ വീട് എഴുതാം, ഓടിട്ട വീട് എഴുതാം, പുല്ലുമേഞ്ഞ വീട് എഴുതാം. 8ാമത്തെ പ്രവർത്തനം നോക്കൂ. എത്ര കാലുകൾ കണ്ടെത്താം, എഴുതാം. പിറ്റേ ദിവസം കളിവീട്ടിലിരുന്ന് കളിക്കുന്നതിനിടയിൽ ഭംഗിയുള്ള ഒരു പൂമ്പാറ്റ പാറി വന്ന് നിഹാരയുടെ കൈത്തണ്ടയിലിരുന്നു. ഹായ്, എന്ത് ചന്തമുള്ള പൂമ്പാറ്റ! അവർ അതിനെ ശ്രദ്ധിച്ചു നോക്കി. 6 കാലുണ്ട്. അപ്പോൾ അവർക്ക് സംശയം, പൂമ്പാറ്റയെ പോലെയുള്ള എല്ലാ ചെറുജീവികൾക്കും 6 കാലുകളാണോ? അവർ ജീവികളുടെ പേര് പറയാൻ തുടങ്ങി. നോക്കൂ, ചിലന്തി, പാറ്റ, പല്ലി, വണ്ട്, കൊതുക്, ഉറുമ്പ്. കണ്ടോ?
അവരിങ്ങനെ ജീവികളുടെ പേര് പറയാൻ തുടങ്ങി. ചിലന്തിക്ക് എത്ര കാല? 8 അല്ലേ? പാറ്റയ്ക്കോ? പാറ്റയ്ക്ക് 6, പല്ലി 4, വണ്ട് 6, കൊതുക് 6, ഉറുമ്പ് 6 അല്ലേ? അപ്പോൾ തന്നിരിക്കുന്നതിൽ 6 കാലുള്ളവ ഏതൊക്കെയാണെന്ന് ആ ബോക്സിൽ എഴുതണം. ഓക്കെ, തന്നിരിക്കുന്നവയിൽ 6 കാലുള്ള ജീവികൾ ഏതൊക്കെയാണ്? പാറ്റ, വണ്ട്, കൊതുക്, ഉറുമ്പ്. ഓക്കെ, ഒത്തിരി കാലുകളുള്ള ഒരു ജീവിയുടെ പേര് എഴുതുക. ഒത്തിരി കാലുകളുള്ള ഒരു ജീവിയുടെ പേര് ഏതാ? അട്ട എഴുതാം, പഴുതാര എഴുതാം ഇല്ലേ? അട്ടയോ പഴുതാരയോ ഒക്കെ എഴുതാം. അതിന് ഒത്തിരി കാലുകളുണ്ട്. 9ാമത്തെ പ്രവർത്തനം നോക്കൂ, പട്ടണ കാഴ്ചകൾ. നോക്കൂ മക്കളെ, വേഗം കുളിച്ച് തയ്യാറാകൂ. നമുക്ക് പട്ടണത്തിൽ പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. മുത്തശ്ശിയുടെ വിളി കേട്ട് അവർ യാത്രയ്ക്ക് തയ്യാറായി. അവർ ആരാ? നമ്മുടെ നിഹാലും നിഹാരയും. അവർ കണ്ട പട്ടണ കാഴ്ചകൾ എന്തൊക്കെയാണെന്നോ? നോക്കൂ, ധാരാളം ആളുകൾ, വലിയ വലിയ കെട്ടിടങ്ങൾ, പലതരം കടകൾ, ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ, വഴിയരികിൽ നിറയെ കച്ചവടക്കാർ, ചുക് ചുക് ശബ്ദത്തോടെ കുതിച്ചു പായുന്ന തീവണ്ടി. എന്തൊരു തിക്കും തിരക്കും! കണ്ടോ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സെന്റൻസുകൾ? ഒരിക്കൽ കൂടി, ധാരാളം ആളുകൾ, വലിയ വലിയ കെട്ടിടങ്ങൾ, പലതരം കടകൾ, ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ, വഴിയരികിൽ നിറയെ കച്ചവടക്കാർ, ചുക് ചുക് ശബ്ദത്തോടെ കുതിച്ചു പായുന്ന തീവണ്ടി. എന്തൊരു തിക്കും തിരക്കും! കണ്ടോ? നോക്കൂ, ഇതിൽ നിന്ന് ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. വാഹനങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? വാഹനങ്ങൾ എങ്ങനെയാ പോകുന്നത്? ചീറിപ്പാഞ്ഞ് അല്ലേ? ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ. നോക്കൂ, തീവണ്ടിയുടെ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന വരി ഏത്? തീവണ്ടിയുടെ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന വരി ഏതാ? ചുക് ചുക് ശബ്ദത്തോടെ കുതിച്ചു പായുന്ന തീവണ്ടി. എന്ത് ശബ്ദത്തിലൂടെയാ തീവണ്ടി പോകുന്നത്? ചുക് ചുക് ശബ്ദത്തോടെ. അത് നോക്കൂ, വലിയ വലിയ കെട്ടിടങ്ങൾ. ചിത്രം വരയ്ക്കൂ. വലിയ വലിയ കെട്ടിടങ്ങളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുക കേട്ടോ. നോക്കൂ, ഞാനാര്? അറകളുണ്ട്, മുറികളുണ്ട്, നീളമുള്ള വണ്ടി, ചൂളമുണ്ട്, പാളമുണ്ട്, ചീറി വരും വണ്ടി. അതേത് വണ്ടിയാ? അറകളുണ്ട്, മുറികളുണ്ട്, നീളമുള്ള വണ്ടി, ചൂളമുണ്ട്, പാളമുണ്ട്, ചീറി വരും വണ്ടി. ഏതാ? തീവണ്ടി. ഉത്തരം എന്താണ്? തീവണ്ടി. ലാസ്റ്റ് പ്രവർത്തനം നോക്കൂ കൂട്ടരെ. 10ാമത്തെ പ്രവർത്തനം, നല്ല ശീലങ്ങൾ. നല്ല ശീലങ്ങൾക്ക് ശരിമാർക്കും തെറ്റായ ശീലങ്ങൾക്ക് തെറ്റും വരയ്ക്കുക. ഓക്കെ, നോക്കൂ, പട്ടണത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ നിഹാര ഒരു ആപ്പിൾ മുറിച്ച് തിന്നാൻ തുടങ്ങി. മോളെ, ആപ്പിൾ കഴുകാതെയാണോ തിന്നുന്നത്? കൈകളും കഴുകിയിട്ടില്ലല്ലോ. മുത്തശ്ശി പറഞ്ഞു. അയ്യോ, ഞാനത് മറന്നു. അവൾ വേഗം കൈയും ആപ്പിളും വൃത്തിയായി കഴുകി. ഇതുപോലെ മറ്റെന്തൊക്കെയാണ് ശുചിത്വശീലങ്ങൾ? ശുചിത്വശീലങ്ങൾ നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളും കൂട്ടുകാർക്ക് അറിയാം അല്ലേ? പല്ല് തേക്കുക നല്ല ശീലമാണോ ചീത്ത ശീലമാണോ? നല്ല ശീലം. അപ്പോൾ ആ ചിത്രത്തിന് താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക, ശരി മാർക്ക് കൊടുക്കുക. ഫുഡ് കഴിക്കുമ്പോൾ മൊബൈൽ നോക്കുന്നത്, ആഹാരം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കുന്നത് നല്ല ശീലമാണോ ചീത്ത ശീലമാണോ? ചീത്ത ശീലം. അപ്പോൾ അതിന് താഴെ എന്തിടുക? ഇൻറ്റു മാർക്ക്, തെറ്റിടുക. ദിവസവും കുളിക്കുക ശുചിത്വശീലമാണ് അല്ലേ? നല്ല ശീലമാണ്. അപ്പോൾ അതിന് താഴെ ടിക്ക് മാർക്ക് ഇടുക, ശരി മാർക്ക് ഇടുക. അത് നോക്കൂ, നഖം വൃത്തിയായി വെട്ടി വെടിപ്പാക്കുക നല്ല ശീലമാണ് അല്ലേ? നഖം മുറിക്കുക. അപ്പോൾ അതിന് താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക, ശരി കൊടുക്കുക. അത് നോക്കൂ, കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് അതും നല്ല ശീലമാണ്. അപ്പോൾ അതിനും ശരി മാർക്ക് കൊടുക്കുക. നഖം കടിക്കുക, അത് ബാഡ് ഹാബിറ്റ് ആണല്ലേ, അത് ചീത്ത ശീലമാണ്. അപ്പോൾ അതിന് താഴെ എന്ത് ചെയ്യണം? ഇൻറ്റു മാർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നതിൽ നല്ല ശീലങ്ങൾ ഏതൊക്കെയാ? പല്ല് തേക്കുക, കുളിക്കുക, നഖം വെട്ടുക, കൈ കഴുകുക. ഇത്രയുമാണ് എന്താ നല്ല ശീലങ്ങൾ. തന്നിരിക്കുന്നതിൽ ചീത്ത ശീലങ്ങൾ എന്തൊക്കെയാ? ആഹാരം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കുന്നത്,
നഖം കടിക്കുന്നത്. ഇവ തെറ്റായ ശീലങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.